പെസഹ വ്യാഴമായ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൽകഴുകൽ ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ കാഴ്ചകളിലേക്ക്. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ, വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ, സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി, താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി, മാതൃക ഞാനേകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. ഗുരുവെന്നു വിളിപ്പൂ നിങ്ങൾ, പരമാർത്ഥതയുണ്ടതിലെങ്കിൽ, ഗുരുവെന്നു വിളിപ്പൂ നിങ്ങൾ, പരമാർത്ഥതയുണ്ടതിലെങ്കിൽ, ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ, സാദരമോർത്തിടുവിൻ. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകിയ ഗുരുവിൽ ശിഷ്യന്മാർ നിങ്ങളതോർത്താ,
ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണല്ലോ, വിശദാംശങ്ങൾ. ഇപ്പോൾ ഈ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെസഹ ദിനത്തിലെ ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതീകാത്മകമായ ക്രിസ്തുവിന്റെ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ ഒരു പ്രതീകാത്മക ചടങ്ങാണ് പുരോഗമിക്കുന്നത്. മുഖ്യ പുരോഹിതൻ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാൽ കഴുകുന്ന ചടങ്ങുകൾ നടക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലാണ്. ഇവിടെ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അത് പുരോഗമിക്കുകയാണ്. ഈ ദിവസങ്ങൾ ക്രൈസ്തവർക്ക് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. വിശുദ്ധ വാരത്തിലെ ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ദിവസങ്ങളാണിത്. പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് വീടുകളിലും ചടങ്ങുകൾ നടക്കും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം എന്നുകൂടിയാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ക്രിസ്തുദേവൻ ശിഷ്യന്മാർക്കൊപ്പം ഇരുന്ന് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ ആണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. അതിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അവർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചു എന്നതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും പവിത്രമായ ഒരു സ്മരണ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയായിട്ടാണ് ഈ ദിവസത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത്. ക്രിസ്തു തന്റെ ശരീരവും രക്തവും ഭക്ഷണമായി നൽകുന്നുവെന്ന പ്രതീകാത്മകമായ രീതിയിലാണ് ഈ ദിവസത്തെ ഓർത്തെടുക്കുന്നത്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വീടുകളിലും പെസഹ ആചരണം നടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം എന്നാണ് ഈ ദിവസം അറിയുന്നത്. അത് അനുസ്മരിച്ചുകൊണ്ട്, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീടുകളിലും പെസഹ അപ്പം ഉണ്ടാക്കുകയും എല്ലാവരുമായി ചേർന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ് ഇത്. കുരിശാരോഹണത്തിന് മുൻപ് ഈ ദിവസങ്ങളിലൂടെ തന്നെയാണ്, പ്രാർത്ഥനകളിലൂടെയും തന്നെ ക്രൈസ്തവർ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. എല്ലാ ദേവാലയങ്ങളിലും ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിവിധ സഭകളുടെ കീഴിലുള്ള ദേവാലയങ്ങൾ വിവിധ സമയക്രമങ്ങളിലായാണ് നടക്കുന്നത്. ലത്തീൻ സഭയിൽ പെസഹ ദിനാചരണ ചടങ്ങുകൾ വൈകിട്ടാണ് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കാൽകഴുകൽ ശുശ്രൂഷ ഓരോ ഇടങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ പാദ ശുശ്രൂഷ ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വിവിധ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ പെസഹ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. കൊല്ലം പൂരത്തിൽ RSS